എന്നാലും ഒരു 2 വാക്ക് അതറില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കില്ലേ ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ ഈ സത്സംഗം എന്ന് പറയുന്നത് നമുക്ക് പ്രഭുപാദറിലേക്കും ഇസ്കോണിലേക്കുമുള്ള ഒന്നാമത്തെ വഴിയായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്സംഗം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇസ്കോണിലേക്ക് വരാൻ പറ്റില്ല. അതാണ് കൃഷ്ണൻ എന്താണ് പറഞ്ഞത്, അതാണ് പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നത്. അത് നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഓർക്കുന്നത്. എപ്പോഴും സത്സംഗത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രഭുപാദറിൻ്റെ ഗുരു പറഞ്ഞു, ഇവിടെ പോയിട്ട് വെളിയിൽ പോയിട്ട് നീ നല്ലവണ്ണം ഒന്ന് ഇതിനെ ഒന്ന് വിപുലീകരിക്കണം, എല്ലാവരും എന്താണ് ഭക്തി, എന്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മളും അതുപോലെ നമ്മുടെ ഗുരുവായ ശീല പ്രഭുപാദരുടെ കാര്യങ്ങൾ എല്ലാം കൂട്ടവും പറയുന്നത് എന്തോ അത് നമ്മൾ അനുസരിക്കുക. അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ കാര്യവും എന്താണ് പറഞ്ഞിരിക്കണതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയുമാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെയുള്ളത് ഭഗവത്ഗീത പറഞ്ഞു. ഭഗവത്ഗീത, ഭാഗവതം എല്ലാം എഴുതി പ്രഭുപാദരുടെ. ആ ഒരു ഇതിലാണ് നമ്മൾ എല്ലാം വായിക്കാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വായിക്കും, ഏതെങ്കിലുമൊക്കെ അറിവ് കിട്ടും. പക്ഷെ പ്രഭുപാദർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിതൊന്നും കിട്ടില്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ നമുക്കത് കൂടുതൽ നല്ലവണ്ണം ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇസ്കോൺ വേണം, നമ്മളൊരു സത്സംഗ് വേണം. നമുക്കപ്പോൾ ഈ പ്രസ്ഥാനത്തിനോട് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കണം. പ്രഭുപാദർ അവിടെ പോയിട്ട് തന്നെ ഹിപ്പികളുടെ ഇടയിൽ എന്തോരം ഇത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ചെയ്തത് ആൾക്കാരെ. നമ്മൾ ഒരു വ്യക്തിയോട് പോയി പറയുമ്പോൾ തന്നെ അവർ പറയും, അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളത് വിട്ട് കളയും. അതല്ല, പിന്നെയും നമ്മളതുപോലെ പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം. ഗുരുവിൽ നമ്മൾ വിശ്വസിക്കുക. ഗുരുവിൽ വിശ്വസിച്ചാൽ നമുക്ക് എങ്ങനെയായാലും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഇസ്കോണും നല്ല വിപുലീകരിച്ചും ഗുരുവിനോട് വിശ്വാസത്തോടു കൂടി നമ്മളിത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഒരു അപേക്ഷയാണ് പറയാനുള്ളത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പ്രഭുപാദറിനെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത്രയ്ക്ക് മാത്രം മഹിമ, അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഹരി കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു ഗീത മാതാജി. അടുത്തത് ഭക്ത രേഷ്മ മാതാജി.